സംശയം എന്താ? ഇപ്പോ SIR-നെ എതിർക്കുന്നു, ശരിയാണ്. എന്താ CPM ചെയ്തത് പയ്യന്നൂരിൽ? CPM എന്താ ചെയ്തത്? BLOയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. BLA-മാരെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണമെന്ന കോൺഗ്രസിന്റെ BLA കൂട്ടി വന്ന നിന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞു. അതിനെ ഭീഷണിപ്പെടുത്തി. അല്ല, ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? അപ്പൊ ഈ BJPയും CPM-ഉം ചെയ്യുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? സത്യസന്ധവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടർ പട്ടിക വികലമാക്കാൻ BJP ഒരു സ്ഥലത്ത് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ CPM അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഭീഷണിപ്പെടുത്തുകയാണ് BLO-മാരെ. NGO യൂണിയന്റെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിൽ അംഗമായ BLO-മാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ UDF-കാരുടെ ആരെയും ഈ ഫോം മേടിച്ചു കൊടുക്കണ്ടെന്നാ. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകെ ഉണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLO-മാരെ ഈ SIR-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പറയും ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം. വേണ്ടാത്തത് കാണിച്ച ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധവും ഇല്ല. വേണ്ടാത്തത് ചെയ്താലെന്നാ പറഞ്ഞേ. മര്യാദയ്ക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ SIR-ന്റെ മറവിൽ രാഷ്ട്രീയം BLO-മാർ ചെയ്താൽ പുറകെ ഉണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. അല്ല, ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞതല്ല, ദേശീയ ആരാ എതിർത്ത്? പ്രതിപക്ഷ എതിർത്തു. ഞങ്ങൾ എല്ലായിടത്തും സഹകരിക്കുക. ദേശീയപാത വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ദേശീയപാത നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അത് കേട്ടില്ല, അതാ കുഴപ്പം. അത് ഈ കൈരളിയിലും ദേശാഭിമാനിലും വാർത്ത വന്നില്ല, ബാക്കി എല്ലാത്തിലും വന്നു. തീരദേശപാത അതിന്റെ ഞങ്ങൾ എല്ലായിടത്തും വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരും. ഇനിയത്തെ കാലമാണ്. തുരങ്കപാത ഉൾപ്പെടെ പറഞ്ഞത് എൻവയൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണമെന്നാണ് പറഞ്ഞത്. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ലാതെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, മലനിരകളൊക്കെ ഉള്ള സ്ഥലത്ത് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. തീരദേശപാത തീരെ ശോഷണം നടക്കുകയാണ് പല സ്ഥലത്തും. വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ. അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം, ഓരോ സ്ഥലവും പരിശോധിച്ചിട്ട് വേണം. ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശപാത. ഞങ്ങൾ സ്റ്റഡി നടത്തിയാണ്. ഞങ്ങൾ KRILന്റെ സ്റ്റഡി നടത്തിയിട്ടാണ്, ഞങ്ങൾ എക്സ്പെർട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പോയത്? 300 അടി പൊക്കത്തിൽ അല്ലേ എംബാങ്ക്മെന്റ്. കേരളത്തിലെ 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ, 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ എംബാങ്ക്മെന്റ്. പിന്നെ 10 അടി പൊക്കത്തിൽ 2 സൈഡിലും മതില്. ഇപ്പൊ മഴ പെയ്തിരുന്നപ്പോ കാണായിരുന്നു, മറ്റേ വേനൽക്കാലത്ത് ട്രെയിനും മറ്റേ വർഷകാലത്ത് ബോട്ടും ഓടിക്കായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.